മിനിസ്റ്റർ, ഇത്തവണ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്. അതെ, അതൊരു പ്രത്യേകമായിട്ടുള്ള അവർക്കെല്ലാം കാണാനും ഇതിന്റെ ഭാഗമാകാനുള്ള അവസരം ഒരുക്കിയത് വളരെ നല്ല കാര്യമാണ്. അവന് നഗരസഭയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പോലെ തന്നെ. ഇനി പിഷാരടി ഉണ്ട്. പിഷാരടി, എങ്ങനെയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള അതെല്ലാം കൊണ്ടുവരുന്നത് വലിയ കാര്യമല്ല. സാധാരണ ഇത്തരം വലിയ ആഘോഷങ്ങൾ അവരിങ്ങനെ വളരെ ടി വിയിലൊക്കെ അല്ലേ കാണാനുള്ള ഇത് പറ്റുന്നുള്ളൂ, ചുറ്റുപാടുകളുള്ളൂ. അവരെ ഇങ്ങനെ കാര്യമായി പരിഗണിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതൊരു ആരുടെ ചിന്തയിൽ വന്ന കാര്യമാണെങ്കിലും അതൊരു വലിയ കാര്യമാണ്. സന്തോഷം നിറഞ്ഞൊരു കാര്യം, വലിയ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇത്തവണ ജയറാമേട്ടനോട് കൂടി ചോദിക്കാം. ജയറാമേട്ട, ഇത്തവണ ഭിന്നശേഷിക്കാരായ കുട്ടികളെയാണ്, അവർക്കൊരു സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഏറ്റവും വലിയ ഇന്നത്തെ ദിവസത്തിന്റെ പുണ്യമല്ലേ അത്. ആ കുഞ്ഞുങ്ങൾ അവിടെ കൊണ്ടിരുത്തി അവരിത് മുഴുവൻ കാണുക എന്ന് പറയുന്നത് ഏറ്റവും വളരെ നല്ല കാര്യമാണ് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും ഇതേപോലെയുള്ള പുണ്യപ്രവർത്തികളും കൂടി ഇതിന്റെ ഭാഗമാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് കേട്ടു ഗംഭീരമായിരിക്കുന്നു, അസാധ്യമായിരിക്കും. ഇറങ്ങിയിട്ട് പറയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പറയാം. എല്ലാവർക്കും ഹാപ്പി ഓണം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പറയാം. അത് തന്നെയാണ്, വലിയ തിരക്കാണ്. ഈ തിരക്കിനിടയിലും അവർ പറയുന്നത് പോലെ തന്നെ ഈ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ആ കുട്ടികളെ എല്ലാവരും നിർത്തിയത് അത് ഒരു പുണ്യം നിറഞ്ഞ കാര്യം തന്നെയാണ്. ഇത്തവണ അത് ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കുകയാണ്. സേതു, ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കുകയാണ് തത്സമയം. ഈ ഘോഷയാത്രയിൽ, അത്തം ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള കലാരൂപങ്ങൾ ഇപ്പോൾ തന്നെ അണിനിരന്ന പോകരുത്. ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള ചാർട്ട് പ്രകാരം അണിനിരക്കേണ്ടതാണ്. ഇതിന്റെ ഫ്രണ്ടിൽ വിശിഷ്ടാതിഥികളുടെ മുന്നിലൂടെയാണ് കടന്നു പോകേണ്ടത്. എല്ലാവരും ഗേറ്റിന് അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നത് അസൗകര്യം ഉണ്ടാക്കും. കേരളത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയം നടക്കുകയാണ്. ഇന്ന് തൃപ്പൂണിത്തുറ നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഒക്കെ അവധിയാണ്. ഈ കാഴ്ചകളൊക്കെ നേരിൽ കാണാനും അതിലൊക്കെ പങ്കെടുക്കാനും ഒക്കെയും കണക്കാക്കി അവർക്കൊക്കെ ഇന്ന് അവധി ദിനമാണ്. ഉദ്ഘാടന ചടങ്ങുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി MP രാജേഷാണ് ഉദ്ഘാടകൻ. മന്ത്രി P രാജീവാണ് പതാക ഉയർത്തിയത്. വേദിയിൽ പ്രമുഖരെ നമുക്ക് കാണാം. ഇനിയിപ്പം ഈ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത നടൻ ജയറാമാണ്. വിശിഷ്ടാതിഥിയായിട്ട് അവിടെ നടൻ രമേശ് പിഷാരടി ഉണ്ട്, പിന്നെ അനൂപ് ജേക്കബ് ഉണ്ട്. ഒക്കെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉദ്ഘാടന ചടങ്ങിനാണ് അവിടെ തുടക്കമായിരിക്കുന്നത്. സഹിൻ ആന്റണി ചേരുന്നു അവിടെ നിന്നും. സഹിൻ, അങ്ങനെ സംസ്ഥാനത്തെ ഔദ്യോഗികമായ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായിരിക്കുകയാണ് തൃപ്പൂണിത്തുറയിൽ. ആരൊക്കെയാണ് ആ വേദിയിൽ പങ്കെടുത്തത്? എന്തൊക്കെയാണ് ആ വേദിയുടെ വിശദാംശങ്ങൾ? സേതു, സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് നേരത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഇപ്പോൾ നമ്മൾ ക്ഷമിക്കണം ലക്ഷ്മി, ഇത്രയും നേരം സേതു നിന്നതുകൊണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അല്പനേരം മുൻപ് നമ്മൾ കണ്ടതാണ് P രാജീവാണ് അത്ത ഘോഷയാത്രയുടെ മുന്നോടിയായി പതാക ഉയർത്തിയത്. തൊട്ട് പിന്നാലെ MP രാജേഷ് MP ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യും. അതിന് മുന്നോടിയായി തന്നെ തൃപ്പൂണിത്തുറ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്തവണ നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദ അത്തഘോഷയാത്രയാണ് നടത്തുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികളെ ബഡ്സ് സ്കൂളിൽ നിന്നും ഇവിടെ എത്തിച്ചിരുന്നു. അവർക്ക് കൂടി ഘോഷയാത്ര കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഘോഷയാത്ര കടന്നു പോകുന്ന പ്രധാന വേദിയിൽ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ വേദിയിൽ മന്ത്രി പി രാജീവ്, MP രാജേഷ്, കൂടാതെ നടന്മാരായ ജയറാം, പിഷാരടി, കൂടാതെ തൃപ്പൂണിത്തുറ MLA കെ ബാബു, പിറവം MLA അനൂപ് ജേക്കബ് തുടങ്ങി നിരവധി ആളുകൾ ഇപ്പോൾ ഈ വേദിയിലുണ്ട്. അല്പനേരത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടന പ്രസംഗത്തിനായി MP രാജേഷ് വേദിയിലേക്ക് എത്തും. ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സണാണ് ആ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ വേദിയിലെത്തിയിരിക്കുന്ന ഓരോ ആളുകളെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ 300ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന പ്രച്ഛന്നവേഷമായിരിക്കും ഉണ്ടാകുക. തൊട്ട് പിന്നാലെ പ്ലോട്ടുകൾ 30ഓളം പ്ലോട്ടുകളാണ് ഇതിനായി അണിനിരത്തിയിരിക്കുന്നത്. ആ 30ഓളം പ്ലോട്ടുകളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല ഘോഷയാത്രയുടെ തുടക്കത്തിൽ തന്നെ സംസ്കൃത സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ അത്തപ്പതാകയും ഏന്തി തുടക്കത്തിൽ തന്നെ പോകുക. തൊട്ട് പിന്നാലെ ആയിരിക്കും ഓരോ പ്ലോട്ടുകളും ഒപ്പം തന്നെ വേഷപ്രച്ഛന്നരായിട്ടുള്ള മനുഷ്യരും കടന്നു പോകുന്നത്. എന്തായാലും സ്വാതി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാതി, എന്തൊക്കെയാണ് ഇനി തുടർ നടപടികളുള്ളത്? ഇനിയുള്ളത് ഘോഷയാത്ര എന്നുള്ളതാണ് ഇനി മെയിനായിട്ട് കാണാനുള്ളത്. ഈ ചടങ്ങുകൾ കഴിഞ്ഞാൽ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. ഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത് നടൻ ജയറാമാണ്. അതോടുകൂടി ഓരോരോ ഘോഷയാത്രകളായി രാജനഗരിയിലേക്ക് ഇറങ്ങും. തൃപ്പൂണിത്തുറ ക്ഷേത്ര പരിസരം വരെ എത്തി തിരികെ ഈ ഗ്രൗണ്ടിലേക്ക് തിരികെ എത്തുന്നതാണ് ഈ ഒരു ഘോഷയാത്രയുടെ ഒരു റൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് ഇത്രയധികം ഘോഷയാത്രകൾ ഇപ്പോൾ തന്നെ പരിപാടികൾ ഏകദേശം വൈകിയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തണം. വലിയ തരത്തിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരിപാടികൾ ഏറെക്കുറെ വൈകിയാണ് നടക്കുന്നത്. ഇനി ഈ ഘോഷയാത്രകൾ രാജനഗരിയിലേക്ക് എത്തും. അത് കാണുവാൻ വേണ്ടിയാണ് നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞു കൂടിയിരിക്കുന്നത്. നേരത്തെ സഹീൻ സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷി സൗഹൃദമാണ് ഇത്തവണത്തെ അത്തച്ചമയ ഘോഷയാത്ര എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവർക്ക് പ്രത്യേകമായിട്ട് ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇരിക്കുവാനായി പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടം അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. അവരാണ് ആദ്യം ഈ ഒരു ഘോഷയാത്ര കാണുന്നത്, ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. അതിന് പിന്നാലെ ഇത് റോഡിലേക്ക് ഇറങ്ങിയിട്ടാണ് നാട്ടുകാർക്ക് കൂടി ഈ ഒരു ഘോഷയാത്ര കാണാനുള്ള സൗകര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇനി നടൻ ജയറാം എന്തെല്ലാം കാര്യങ്ങളാണ് നേരത്തെ നമ്മളോട് ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചിരുന്നു. ഓണാശംസകളൊക്കെ പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി എന്താണ് ആളുകളോട് പറയാനുള്ളത് എന്നുള്ളത് ആണ് കൂടുതലായിട്ടും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ആളുകളുടെ പ്രസംഗം ഇനിയുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഘോഷയാത്രയിലേക്ക് കടക്കുക.